സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെയും പരിശുദ്ധമായ സാന്നിധ്യം, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കും. ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം അതാണ്. നമുക്കൊന്ന് ചെറുതാകാൻ, ഒന്ന് എളിമപ്പെടാൻ, ദൈവവചനത്തിനു മുമ്പിൽ ഒന്ന് തലകുനിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ സാധിക്കുകയാണ്. ഈശോ ഇന്ന് ആഗോള സഭയിലെ സുവിശേഷം മത്തായി 18-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള വചനങ്ങളുടെ ആദ്യത്തെ ഇങ്ങനെ പറഞ്ഞു. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ള ഒരു ശിശുവിനെയും എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈശോ നമ്മോട് പറയുന്നത്, യേശുവുമായി നമുക്കൊരു കൂട്ടുകെട്ടുണ്ടാകണമെങ്കിൽ, അല്ലേ, നമ്മളൊരു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ, 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഒരു കുഞ്ഞ് വേറെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ആര് കാണും, എന്ത് കാണുമെന്നൊന്നും ചിന്തയില്ല. അവർ തമ്മിൽ പിന്നെ കൂട്ടായി, കമ്പനിയായി. ഒരാരെയും നോക്കുക, അപ്പനെയും അമ്മയൊന്നും വേണ്ട. ഒരേ പ്രായത്തിലുള്ള തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ഒരു കൂട്ടായ്മ സ്ഥാപിക്കുകയാണ് അവർ. ഈശോയുടെ മനസ്സ്, ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഈശോയുടെ മനസ്സ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സാണ്. ആരെക്കുറിച്ചും ഉള്ളിലൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ല. നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇവരിങ്ങനെയാന്ന് പറയില്ലേ, അവരെ അടുക്കാൻ പറ്റത്തില്ല, അവരുടെ കൂടാൻ കൊള്ളത്തില്ല, അവരെങ്ങനെയാണ്, നമ്മൾ വിധി എഴുതുന്നവരാണ്. നിങ്ങൾ വിധിക്കരുതെന്ന് ഈശോ പറഞ്ഞ കൊച്ചു കുഞ്ഞിന് അവർ വിധിക്കാറില്ല. നിഷ്കളങ്കത എന്ന് പറയുന്ന ഒരു മേഖല. ഈശോയുടെ മനസ്സ് അതുപോലെയാണ്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് പോലെയാണ് ഈശോയുടെ മനസ്സ്. നമ്മളെ ഉൾക്കൊള്ളാൻ, നമ്മളെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ഒരു മുൻവിധിയില്ലാതെ. അപ്പൊ യേശുവുമായിട്ട് നമുക്ക് കൂട്ടുകൂടണമെങ്കിൽ, യേശുവുമായിട്ടൊരു ബന്ധം ശരിക്കും ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക മനസ്സ്, ആരെയും വെറുക്കാതെയും ആരോടും മുൻവിധിയില്ലാതെയും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ. അല്ലേ, ഒരു കൊച്ചു കുഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്, 2 പേര് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ടോയ് ഉണ്ടെങ്കിലും മറ്റേ കുഞ്ഞ് ഒരു പക്ഷേ അതങ്ങൾ എടുത്തെന്നിരിക്കട്ടെ, അതിൻ്റെ ആരുടെ കയ്യിലാണ് ആദ്യം ടോയ് ഇരുന്ന് ആ കുഞ്ഞ് കരയുമ്പോൾ മറ്റേ കുഞ്ഞ് ആ ടോയ് അന്നേരം തിരിച്ചു കൊടുക്കുകയാണ്. മറ്റൊരാൾ കരയുന്നത് ഉൾക്കൊള്ളാൻ പോലും ശക്തിയില്ലാത്ത ഒരു നിഷ്കളങ്ക മനസ്സാണ്. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തൊരു മനസ്സാണ് ഈശോയുടെ മനസ്സാണ്. അപ്പോൾ നമ്മൾ ഈശോയും നമ്മളോട് പറയുന്നതാണ്, യേശുവുമായിട്ട് നമുക്ക് കൂട്ടുകൂടണമെങ്കിൽ, യേശുവുമായിട്ടൊരു കൂട്ടായ്മ വേണമെങ്കിൽ നമ്മളൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സുണ്ടായാൽ മതി, നിഷ്കളങ്ക മനസ്സുണ്ടായാൽ മതി. ആരെയും വെറുക്കാതെ നമ്മൾ എളിമയും വിശുദ്ധിയും വിനയവും നിഷ്കളങ്കതയും നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യേശുവിൻ്റെ കൂട്ടുകാരിയാണ്. തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാടാണ്. ഈശോ വീണ്ടും പറയുകയാണ്, ഇന്ന് പ്രത്യേകത നമുക്കറിയാം, ആഗോള സഭ ഇന്ന് കാവൽ ദൂതന്മാരുടെ തിരുനാൾ ഓർക്കുകയാണ്. നമ്മുടെ കാവൽ മാലാഖമാരുടെ തിരുനാൾ. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെ റഫായേലിൻ്റെയും ഓർമ്മ തിരുനാൾ നമ്മൾ ഓർത്തു. അപ്പോൾ ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവ ദൂതന്മാരിലൂടെയാണ്. ദൈവവചനത്തിലുടനീളം നമുക്ക് കാണാം ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചാണ് അതേക്കുറിച്ച്. ഇവിടെ പറയുകയാണ് വീണ്ടും മത്തായി 18, ഇന്നത്തെ വായനയുടെ ഭാഗമായ മത്തായി 18:10 ഈശോ പറയാണ്, ഈ ചെറിയവരിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയവരായ നിഷ്കളങ്കരായി, നിഷ്കളങ്ക മനസ്സുമായിട്ട് വചനം പാലിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് ആരെയും വിധിക്കാതെയും ഒന്ന് എളിമപ്പെടാനായിട്ട് യാതൊരു മടിയില്ലാതെയും ദൈവവചനത്തിനു മുമ്പിൽ എളിമപ്പെടാൻ
സ്വയം തയ്യാർ. പരിശുദ്ധ കന്യാമറിയൊക്കെ അതുപോലെയാണ്. വിശുദ്ധരങ്ങൾ ഉച്ചർച്ച പുണ്യത അങ്ങനെ നമ്മൾ ഇന്നലെ ചിന്തിച്ചാം. സകല വിശുദ്ധരും അങ്ങനെയാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ വളരേണ്ടത്. സ്വയം ചെറുതായി തീരാൻ നമ്മൾ പാടാറില്ല, ഇത്ര ചെറുതാകാൻ ഞാനിനിയും എത്ര വളരണം എന്ന് പറയുമ്പോൾ ആത്മീയമായി ഇനിയും ചെറുതാകാൻ ഞാൻ എത്ര നാൾ കൂടി ഈ ലോകത്തിൽ വളർന്നാലായിരിക്കും, എത്ര നാൾ ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോയാലായിരിക്കും എനിക്കൊന്ന് എളിമപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആകാൻ പറ്റുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഭൂമിയിലായിരിക്കുമ്പോൾ ഈശോ പറയാണ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ, കാവൽമാലാഖയുടെ തിരുനാൾ ഓർക്കുമ്പോൾ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ, ഓരോരുത്തർക്കും ഒരു ദൂതനുണ്ട് സ്വർഗത്തിൽ. ദൈവത്തിന് മുമ്പിൽ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയുടെ വാക്കാണ്. ഈശോ നുണ പറയില്ലല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ പറയുകയാണ്. ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്കറിയാം, ഗത്സമയം തോട്ടത്തിൽ കഴിഞ്ഞ് ചിന്തിച്ചാണ്, യേശുവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ സേവിച്ചു. മരുഭൂമിയിൽ 40 രാവും പകലും ഉപവസിക്കുമ്പോൾ ദൂതന്മാർ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മുടെ ഈ കണ്ണ് അത്രമാത്രം അശുദ്ധമായതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് ആത്മീയമായി ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ആത്മീയമായി വളരുമ്പോഴാണ് നമുക്ക് ദർശനങ്ങളും പ്രവചനങ്ങളും എന്നൊക്കെ പറയുന്നൊരു മേഖലയുണ്ടല്ലോ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ അത്രമാത്രം എളിമപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ നാവ്, നമ്മുടെ കാതുകൾ, നമ്മുടെ ശരീരമൊക്കെയും പൂർണ്ണമായി, നമ്മുടെ ശരീരം ദൈവ ആലയമായി ഇപ്പോഴും കേൾക്കുന്നല്ലേ. നമ്മുടെ ശരീരം ദൈവ ആലയമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ദൈവത്തിന് അടിയറ വെച്ച് വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ദൈവ ആലയമായി, ദൈവം നമ്മോടൊത്ത് വസിക്കുന്ന ദൈവദൂതന്മാർ യേശുവിന് മേൽ ഇറങ്ങി വരുന്നത് കാണുകയും കഴിഞ്ഞ ദിവസത്തെ വായന സുവിശേഷമായിരുന്നു. നഥാനയിലിനെ മരത്തിൻ്റെ യേശു ഫിലിപ്പോസ് കൊണ്ടുവന്നപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞപ്പോൾ നീ യഥാർത്ഥത്തിൽ സത്യമായും ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന് നഥാനയിൽ പറഞ്ഞപ്പോൾ ഈശോ പറയാണ്, നീ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ കാണും. മനുഷ്യപുത്രന്റെ മേല് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നതും അവിടെ നിന്ന് ദൈവപുത്രന്മാർ കയറിപ്പോകുന്നതും നീ കാണുമെന്നൊക്കെ, അല്ലെ ദൈവദൂതന്മാർ കയറിപ്പോകുന്നത് കാണുന്നൊക്കെ ഈശോ പറഞ്ഞു. ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. ഇപ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം നിയോഗിച്ച ദൂതന്മാര്, അരൂപികളായ മാലാഖമാര്, ചെറിയവരായ എളിമയുള്ളവരായ നമുക്ക് ചുറ്റും അല്ലേ. എന്തെല്ലാം ഇന്നത്തെ സുവിശേഷം ഇതാണെങ്കിൽ എന്തെല്ലാം സംഗീതത്തിനും 94 അല്ല സംഗീതം 34 പലപ്പോഴും നമ്മൾ ചിന്തിച്ച വചനമുണ്ട്. 34:7 കർത്താവിൻ്റെ ദൂതൻ, സംഗീതം 34:7 കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഇത് ദൈവത്തിന്റെ വാക്കാണ്. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർ എന്ന് പറയുമ്പോൾ എളിമയുള്ളവർ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവരെന്ന് വേണേൽ പറയാം. ദൈവ ആത്മാവിൽ നയിക്കപ്പെടുന്നവർ, അത് എളിമയുള്ളവരാണ്. എളിമയുള്ളവരുടെ ഉള്ളിലാണ് ദൈവമെന്ന് വസിക്കുക. അവിടെ നമ്മുടെ ദൈവം വസിക്കുന്ന ആലയങ്ങളാണെങ്കിൽ നമുക്ക് ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ സംരക്ഷിക്കുമെന്നാണ്. വീണ്ടും സംഗീതം 91 നമ്മൾ ചിന്തിച്ചാണ്, അത്യുന്നതന്റെ മറവിൽ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ തണലിൽ കഴിയുന്നവനും എന്ന് പറഞ്ഞിട്ട് താഴെ 9ാമത്തെ വചനം പറയുന്നുണ്ട്, നീ കർത്താവിൽ ആശ്രയിച്ചു. ഈ ലോകത്തിന്റെ ധനമോ ഈ ലോകത്തിന്റെ പ്രൗഢിയോ കൂട്ടുകാരുടെ ബലമോ കരബലത്താലല്ല സൈന്യബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണെന്ന് സക്രിയ പ്രവചനം പറഞ്ഞ മേഖല. ദൈവത്തിന്റെ ആത്മാവിൽ എളിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയും കർത്താവിൽ നീ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമ്മൾ പലപ്പോഴും എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ താശം പറഞ്ഞിട്ടുണ്ട്. അദൃശ്യരായ ദൂതന്മാർ നമ്മൾ ദൈവത്തോട് ചേർന്ന് എളിമപ്പെട്ട് നിന്നുകൊണ്ടൊക്കെ ഇത്രയോ സംഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്.
അത്ഭുതകരമായ ദൈവം അവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നത്? ദൈവദൂതന്മാർ നമ്മളെ അവിടുന്ന് വഹിച്ചുകൊണ്ടായി. ദൂതന്മാർ നമുക്ക് ചുറ്റും കാവലിൽ നിന്ന് അവിടെ സത്യമായും ഉള്ള നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് നമ്മൾ എളിമപ്പെട്ട് ദൈവത്തിനുമ്പിൽ മറ്റാരെയും വെറുക്കാതെ, നമ്മൾ വലിയ ആളാണ്, പണമുണ്ട്, വലിയ നേതാക്കന്മാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മുടെ ഗുണ്ടാകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പിശാചുക്കളുടെ കൂട്ടത്തിലാണ്. എപ്പോഴാണ് നമ്മൾ മരിച്ചു വീഴുമ്പോൾ നമ്മളെയും കൊണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ ലൂക്ക 16 ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം, കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ ഉള്ളം എപ്പോഴും എളിമയുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് മനസ്സായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളിൽ പലപ്പോഴും മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒച്ച വയ്ക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അങ്ങനെയാണ്. അതിൽ കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. ആരെയും ശത്രുവായി കണ്ട് വൈരാഗ്യവും വാശിയുമായ ഉള്ളിൽ ഇരിക്കരുത്. അവിടെ അത് കൊച്ചുകുഞ്ഞിൻ്റെ മനസ്സ് നമുക്ക് നഷ്ടപ്പെടുകയാണ്, നിഷ്കളങ്കത നഷ്ടപ്പെടുകയാണ്. അവിടെ നമുക്ക് എല്ലാ സംരക്ഷണം, ദൈവത്തിൻ്റെ വചനവും ദൂതന്മാരും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ ദൈവം നയിക്കുമ്പോൾ അന്ന് നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20 പുറപ്പാട് പുസ്തകം 23 നമ്മുടെ യാത്രയ്ക്കൊക്കെ ആയി പലരും വിളിക്കുമ്പോൾ ഈ വചനമാണ് കർത്താവ് മിക്കവാറും പറയുക. യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കളോട് കർത്താവ് പറഞ്ഞ പുറപ്പാട് 23:20 ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ വചനമനുസരിച്ചാണ് അവൻ പോകുന്നത്. എൻ്റെ വചനം, ദൈവദൂതൻ ദൈവത്തിൻ്റെ വചനം മാത്രമേ അനുസരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ദൂതനാണ് ദൈവദൂതൻ, നമ്മുടെ ദൂതനല്ല. അല്ലേ? പണ്ട് ജോഷുവയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ജോഷുവ ഇങ്ങനെ ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് യുദ്ധങ്ങളൊക്കെ ജയിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ജോഷുവയ്ക്ക് ഞാൻ ആള് മോശമൊന്നുമല്ല, എല്ലാ യുദ്ധങ്ങളും ജയിക്കണം, എൻ്റെ യുദ്ധത്തിൻ്റെ വിരുദ്ധം കഴിവും ഒക്കെ കൊണ്ട് എല്ലാ യുദ്ധങ്ങളും ഇസ്രായേൽ മക്കൾക്ക് ഭൂമിയൊക്കെ വീതം വെച്ച്, ചില സ്ഥലങ്ങളൊക്കെ വീതം വെച്ച് കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ അറിയാതെ ഞാനെന്തോ ഒരു വലിയ സംഭവമാണെന്ന് അറിയാതെ ജോഷിയുടെ ഉള്ളിലൊരു ചിന്ത വന്ന്, അറിയാതെ നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്ന പോലെ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ജോഷുവയുടെ മുമ്പിൽ ഊരിയ വാളുമായി കാണപ്പെടാതെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ ജോഷുവയെ നയിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ദൂതൻ വിശുദ്ധ മിക്കായേലാണ് യുദ്ധം ജയിച്ചുകൊണ്ട് ശത്രുക്കളോട് പോരാടിക്കൊണ്ട്, തിന്മയോട് പോരാടിക്കൊണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ശത്രുക്കൾ ഭൂമിയിൽ മനുഷ്യരല്ല എന്ന് ഈശ്വരൻ, നിങ്ങളുടെ ശത്രുവായ പിശാച് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ശത്രുവായ പിശാച്. അപ്പൊ നമ്മുടെ യഥാർത്ഥ യുദ്ധം മനുഷ്യരോടല്ല. അറിയണം, വലിയൊരു ആത്മീയ വെളിപ്പെടുത്തലാണ്. നമ്മുടെ പോരാട്ടം മനുഷ്യർക്കെതിരായിട്ടല്ല. എഫേസുസിൽ നിങ്ങളുടെ പോരാട്ടം മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല എന്ന് പറഞ്ഞത്. മനുഷ്യർക്കെതിരായിട്ടല്ല, മൃഗങ്ങൾക്കും എതിരായിട്ടല്ല. പിന്നെയോ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും തിന്മയുടെ ദുരാത്മാക്കൾക്കും സ്വർഗീയയിടങ്ങളിൽ വർത്തിക്കുന്ന, എല്ലായിടത്തും കയറി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള തിന്മയുടെ ദുരാത്മാക്കൾക്ക് നിങ്ങൾ ആകയാൽ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സ്നേഹം, നമ്മൾ പലപ്പോഴും ചിന്തിച്ചല്ലേ, ദൈവത്തിന്റെ ആയുധങ്ങൾ സ്നേഹവും ക്ഷമയും സഹനവും ദൈവത്തിന്റെ ആയുധങ്ങളാണ്. അവിടെയാണ് യഥാർത്ഥ വിജയം. ലോകത്തിന് മനസ്സിലാകില്ല. അപ്പോൾ ഈ ജോഷുവ ഇങ്ങനെ പോകുമ്പോൾ ഇച്ചിരി അഹങ്കാരമൊക്കെ ഉള്ളി വന്നു. അപ്പോൾ ദൈവം ജോഷുവയുടെ കരുണയുള്ളത് കൊണ്ട് ഈ ജോഷുവയുടെ മുമ്പിൽ ഈ മറഞ്ഞ ദൈവത്തിന്റെ ദൂതൻ യുദ്ധം ജയിച്ചുകൊണ്ട്, തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് യുദ്ധം ജയിച്ചുകൊണ്ട് പോയ ദൈവദൂതൻ ഊരിയ വാളുമായി എന്ന് പറയുമ്പോൾ ദൂതന്റെ കയ്യിലെ വാള് ദൈവവചനമാണ്. അല്ലെ പൗലോസ് എഫേസ്യർ പറഞ്ഞ വചനത്തിന്റെ വാള് നിങ്ങൾ കയ്യിലെടുക്കണം. എഫേസ്യർ 6:10 തൊട്ടുള്ള വചനമുണ്ടല്ലോ, ആത്മാവിന്റെ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കാൻ. അവിടെ എല്ലാം പറയുന്നുണ്ട്. വചനമാകുന്ന വാള് കയ്യിലെടുക്കണം. അല്ലേ? ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ. അപ്പൊ വചനമാകുന്ന വാള് കയ്യിലുണ്ട്. ആ ദൂതന്റെ കയ്യിലിരിക്കുന്ന വാള് ഇരുമ്പ് കൊണ്ടുള്ള വാളൊന്നുമല്ല, ദൈവവചനത്തിന്റെ തീജ്വാല പോലൊരു വാളാണ് ദൂതന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ തന്റെ മുമ്പിൽ ഒരു ദിവസം ആ ദൂതൻ കാണപ്പെട്ടു. ഇത്രയും നാളും മറഞ്ഞിരുന്നുകൊണ്ട് യുദ്ധം നയിച്ച ദൂതൻ ഒരു ദിവസം ഈ ജോഷുവയുടെ മുമ്പിൽ നിന്ന് ഊരിയ വാളുമായി നിൽക്കുന്ന ദൂതനെ കണ്ടുകൊണ്ട് ജോഷുവ അടുത്തിയെന്ന്. അപ്പോൾ ജോഷുവയുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഇത് ദൈവദൂതൻ ആണോ അതോ മനുഷ്യന്റെ പട്ടാളക്കാരൻ എൻ്റെ കൂടെ ഉള്ളവരാണോ? അപ്പോൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാം, നമുക്കറിയാം. നീ ആരാണ്? നീ ശത്രുപക്ഷത്താണോ അതോ ഞങ്ങളുടെ പക്ഷത്ത്, അല്ലെ എൻ്റെ പക്ഷത്താണോ അതോ ഞങ്ങൾ പോരാടുന്ന മറ്റുള്ള ഫിലിസ്തീനും അങ്ങനെയുള്ള ആൾക്കാരുടെ പക്ഷത്ത്, ആരുടെ പക്ഷത്താണ് നീ നിൽക്കുന്നതെന്ന് ദൂതനോടൊരു ചോദ്യം.
ജൂതൻ പറഞ്ഞ മറുപടി, ഞാൻ നിന്റെ ദൈവമായ കർത്താവിന്റെ സൈന്യാധിപനാണ്. ഞാൻ നിന്റെ ദൈവമായ, നിന്നെ യുദ്ധം നയിച്ചുകൊണ്ട്, നിന്നെ യുദ്ധത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് മുമ്പിൽ പോകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ സൈന്യാധിപനാണ് ഞാൻ. യോശുവ ഭയന്നുപോയി. യോശുവയുടെ മുട്ടുകുത്തി അവനെ ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, നീ എന്നെ അല്ല ആരാധിക്കേണ്ടത്, ദൈവവിചാരം നിന്റെ മനസ്സിലുണ്ടാകട്ടെ. നിന്നെ മുമ്പിൽ നയിച്ചു കൊണ്ടുപോകുന്ന ദൈവത്തെ നീ ആരാധിക്കണം. ആ ഒരു ചിന്ത നിന്റെ ഉള്ളിലുണ്ടായി. അഹങ്കാരം വെടിയണം. എളിമയിലേക്ക്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നീ, ആ ഒരു എളിമ മനസ്സ് നിനക്ക് വേണം. അപ്പോൾ അവിടെ വഴി തെറ്റി പോകാൻ സാധ്യതയുണ്ടായിരുന്ന അഹങ്കാരം മൂലം ആ ജോഷുവയും സമൂഹത്തെയും ദൈവം അവിടെ നയിച്ചു. ഇന്ന് ഒന്നാമത്തെ വായനയിൽ നെഹമ്യായുടെ പുസ്തകം 8-ാം നിയമം, ദൈവവചനം വായിച്ചുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഒന്നാമത്തെ വായനയിൽ കാണുന്നത്. ദൈവവചനം പാലിക്കാനായിട്ട്, ദൈവവചനം ഈ പുറപ്പാടിൽ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദൂതനെ അയക്കും, പക്ഷേ അവന് വചനം പാലിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ ചുരുക്കമായിട്ട് നമ്മളോടൊന്ന് പറയുന്നത്, ദൈവവചനം പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ദൈവദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടാകും. ദൈവവചനം അനുസരിച്ച് ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ പോകുന്ന ദൂതന്റെ പുറകെ ആയിരിക്കും. നമുക്ക് വഴിതെറ്റില്ല അല്ലേ? എങ്ങനെ യുവാവ് തന്റെ മാർഗങ്ങൾ നിർമ്മലമായി സൂക്ഷിക്കുക എന്നുള്ള ചിന്തിച്ച സംഗീതം 119:9 ദൈവത്തിന്റെ വചനം പാലിച്ചുകൊണ്ട്, അത് യുവാവോ യുവതിയോ പ്രായമുള്ളവരോ ആരും ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ വചനം പാലിക്കാനായിട്ട് നമ്മൾ അമാന്തിക്കരുത്, താമസിക്കരുത്. പ്രിയമുള്ളവരെ, നമുക്ക് വഴിതെറ്റിപ്പോകും. നമ്മൾ പോകുന്നത് കുഴപ്പമില്ലാന്ന് തോന്നിയേക്കാം, പക്ഷേ ഞാൻ പറയുന്നത്, ധനവാൻ പോയത് ലോകത്തിലെ ദൈവവചനമൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് പോയത്, ധനവാൻ മരിച്ചപ്പോൾ ധനവാൻ തീ നരകത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ സാത്താന്റെ ദൂതന്മാരാണ് അവനെ കൊണ്ടുപോയത്. പക്ഷേ പുറപ്പാട് ലൂക്കാ 16 ഈ പാവപ്പെട്ടവനായ ദരിദ്രനായി ഇയാളുടെ വാതുക്കൽ കടന്നിരുന്ന ആ മനുഷ്യന് മരിച്ചു. അയാളെ ദൈവദൂതന്മാർ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവദൂതന്മാർ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ലൂക്കാ 16:22. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ഇതുള്ള കാര്യമാണ്. ഇത് ദൈവവചനമാണ്, യേശുവിന്റെ വാക്കുകളാണ്. നമ്മളത് ഇതൊക്കെ ചുമ്മാണെന്ന് പറയരുത്. പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. വീണ്ടും നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിൽ, അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥന മുടക്കരുതെന്ന് പറയുന്നതിന് കാരണം എന്നറിയോ? നമ്മൾ പറയുന്നത് നിസ്സാര കാര്യമില്ല, അങ്ങനെ സ്വർഗസ്നാവിത കൊന്തയൊക്കെ ചെല്ലിയ പോകുന്നല്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വർഗം തന്നെ ഇറങ്ങി വരികയാണ് അല്ലേ? നമ്മളത് അറിയണം. പലപ്പോഴും ചിന്തിച്ചാണ് എബ്രായർ 12:22 വചനങ്ങൾ പലപ്പോഴും നമ്മൾ യേശുനാമത്തിൽ, എൻ്റെ നാമത്തിൽ, മത്തായി 28 എൻ്റെ നാമത്തിൽ നിങ്ങൾ 2-3 പേര് ഭൂമിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. യേശുവിൻ്റെ സന്നിധിയിലേക്കും ത്രിത്വൈക ദൈവസാന്നിധ്യത്തിലേക്കും പിന്നെ അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കും അവിടെയാണ് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിലാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ ഏറ്റുപറയുന്നല്ലേ. ഹൃദയം തുറന്ന് കുഞ്ഞുങ്ങളോടൊക്കെ പറയും, മക്കളെ നിങ്ങൾ ഏറ്റുപറയാൻ, ദൈവത്തെ ഏറ്റുപറയാൻ, ദൈവനാമത്തെ ഏറ്റുപറയാൻ. അപ്പോൾ വേറൊരു വചനം കൂടെ ലൂക്കാ 12 വചനം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ യേശു പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരു എന്ന് പറയുമ്പോൾ ഏറ്റുപറയല്ല, പ്രവൃത്തിയിലൂടെ കർത്താവിനായി ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി അവിടെയാണ് പറയുന്നത് ദൈവഭക്ത ദൂതന്മാര് ദൈവം ഏറ്റുപറയും, ദൈവം അരുളി ചെയ്യും. ദൂതന്മാർ സംഗീതം 91 കർത്താവൻ ദൂതന്മാരോട് കൽപ്പിക്കും. എവിടെയാ? നമ്മൾ കർത്താവിനെ ഏറ്റുപറയുമ്പോൾ, അല്ലെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, വിശുദ്ധിയിൽ ശിശുക്കളെ പോലെ എളിമയുള്ളവരായി ജീവിക്കുമ്പോൾ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. നമുക്കിന്ന് സംരക്ഷണം ഇല്ലാതെ പോകുന്നത്, നമ്മൾ നരകത്തിന്റെ വഴിയിലൂടെ പോകുന്നത്, വഴിതെറ്റി പോകുന്നതിൻ്റെ ഒക്കെ കാരണം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ, യേശുവിനെ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ കന്യകാമറിയം, ഈ ഒക്ടോബർ മാസം ജപമാലയുടെ മാസമല്ലേ,
എന്താ നമ്മുടെ മനോഭാവം? അമ്മ നമ്മളോട് പറഞ്ഞ, മക്കളെ നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവനെ നിങ്ങൾ അറിയണം, അവനെ നിങ്ങൾ ഹൃദയത്തിൽ പൂജിക്കണം. ഭൂമിയിലെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാൻ തൽക്കാലം. പക്ഷേ നമുക്കറിയാം, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എന്താ ഈശോയുടെ അടുത്ത് അമ്മ മാധ്യസ്ഥം, കാനായിലെ കല്യാണം എന്നത് പഠിപ്പിക്കും നമ്മളെ 2-ാമത്തെ അധ്യായത്തിൽ. പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് മാധ്യസ്ഥം, അവർക്ക് വീഞ്ഞില്ല, നമ്മുടെ പ്രശ്നങ്ങൾ അവർക്ക് ഇതില്ല നമ്മൾ പറയുമ്പോൾ ഈശോയോട് പറയുന്നുണ്ട്. പക്ഷേ ഈശോ എന്താ പറഞ്ഞറിയാം? എൻ്റെ സമയം ഇനി ആയിട്ടില്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ സമയം ഇനി ആയിട്ടില്ലെന്ന് ഈശോ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, എന്താ? അവൻ പറയുന്നത് പോലെ ഡു വാട്ട് എവർ ഹീ ടെൽസ് യു ടു ഡു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഒരു അനുഗ്രഹം കിട്ടുന്ന സത്യമായിട്ടും ദൈവവചനപ്രകാരം നമ്മൾ യേശുവിൻ്റെ വാക്കനുസരിക്കുമ്പോഴാണ്. ദൈവവചനം പാലിക്കാൻ ഇത് മുൻകൂട്ടി അങ്ങ് ചെയ്താൽ പോരെ? 10 കൽപ്പനകൾ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന്. അതില്ലാതെ നമ്മൾ വലിയ ധനവും പ്രതാപവും പേരും അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. ആണ് ഈശോ പറഞ്ഞത്, എൻ്റെ സമയം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയം ഇനി ആയിട്ടില്ല. ഇപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ വീട്ടിലെ വേലക്കാർ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നത് തലകുനിച്ച് നിൽക്കുകയാണ്. എന്താണ് അരുളി ചെയ്താലും എന്ന് പറഞ്ഞ് യേശുവിന് മുമ്പിൽ നിന്ന് വേലക്കാർ നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞു, എന്താ? ഈശോ പറഞ്ഞു, നിങ്ങൾ ആ കൽഭരണികളിൽ വെള്ളം നിറച്ചു വെക്കുക. ഈശോ പറഞ്ഞപ്പോൾ വെള്ളം നിറച്ചു വെച്ചപ്പോൾ ഈശോ അങ്ങോട്ട് പോയി പോലില്ല. യേശു പറഞ്ഞത് അനുസരിച്ചപ്പോൾ അവന് അത്ഭുതം സംഭവിച്ചു. ആ വെള്ളം വീഞ്ഞായി മാറി. നമ്മുടെ ജീവിതത്തിലും യേശു പറയുന്നത് ദൈവവചനം പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ പറയും, മക്കളെ നിങ്ങളാണ് എൻ്റെ മക്കള്, നിങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന് അമ്മ നമ്മളെ നോക്കി പറയും. അവൻ പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നത്, നമ്മൾ യേശുവിനെ അല്ലെ ദൈവവചനത്തെ ഹൃദയത്തിൽ പൂജിക്കാൻ, സ്വീകരിക്കാൻ, ദൈവത്തെ ഏറ്റുപറയാനായിട്ട് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ദൈവവചനം പാലിക്കുകയാണ് ദൈവദൂതന്മാരുടെ സംരക്ഷണം നമുക്കുണ്ടാകുക. ഞാൻ പറഞ്ഞു വന്ന എബ്രായർ 12 നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എവിടെയും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ, വിശുദ്ധ ബലിക്കാ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ മാത്രമല്ല, അവിടെ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമായ സ്വർഗീയ ജെറൂസലേമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് പറയുക. എന്നിട്ട് പറയാണ്, അസംഖ്യം ദൂതന്മാരുടെ, എബ്രായർ 12:22, അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാത നമ്മളാണ്. സഭ ആദിജാതന്മാരുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കും നിത്യനായ ദൈവത്തിന്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട വിശുദ്ധരാണ്. പരിപൂർണരാക്കപ്പെട്ട ഭൂമിയിൽ നിന്നും മരിച്ച് കടന്നുപോയ പരിപൂർണരായ എൻ്റെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായി നിങ്ങളും പരിപൂർണനായിരിക്കും എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ വിശുദ്ധി ജീവിച്ചുകൊണ്ട് ദൈവമക്കളായി മരിച്ച് വിശുദ്ധിയിലേക്ക് വഹിക്കുന്ന വിശുദ്ധരുടെ സമൂഹം അവിടെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഈശോ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല യേശുവിൻ്റെ തളിക്കപ്പെട്ട രക്തത്തിൻ്റെ യോഗ്യതയിലേക്കാണ് നമ്മളിത് അറിയണം. അപ്പോൾ നമ്മൾ സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾ മുടക്കരുത്, കൂട്ടായ്മകൾ മുടക്കരുത്, ദേവാലയ ശുശ്രൂഷകൾ മുടക്കരുത്. അവിടെയൊക്കെ നമ്മൾ ദൂതഗണങ്ങളുടെ അരിവിലേക്ക്, വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക്, ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് വരുന്നത്. പരിശുദ്ധ പരമ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.